നമസ്കാരം. 2016 ജൂൺ 24 രാവിലെ ഏകദേശം ഒരു 8 മണിയാണ്. ആ സമയത്ത് ഒറ്റപ്പാലത്ത് നായടിപ്പാറയ്ക്ക് സമീപത്ത് റോഡിന്റെ വശത്തൂടെ ഒരാൾ നടന്നു വരുമ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത്. അവിടെ ആ റോഡിലെ ഫുട്പാത്തിൽ നിന്ന് അല്പം അകത്തേക്ക് മാറി ഒരു സ്ത്രീ കിടക്കുകയാണ്. കണ്ടാൽ ഉറങ്ങിയാണെന്നേ തോന്നും. നേരം നന്നായി പുലർന്നിട്ടും ആ സ്ത്രീ എന്തേ അവിടെ കിടക്കുന്നത് അങ്ങനെ തോന്നിയതും ആ വ്യക്തി ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ചെല്ലാൻ ഒരു കാരണം കൂടിയുണ്ട്. അത് നോമ്പ് കാലമാണ്. നോമ്പ് കാലത്ത് ആ പകൽ അവിടെ ആ റോഡ് വശത്ത് ആ സ്ത്രീ അങ്ങനെ കിടക്കുന്നതിൽ ഒരു അസ്വാഭാവികത അയാൾക്ക് തോന്നിയിരുന്നു. ആ സ്ത്രീയെ കണ്ടാൽ തന്നെ അറിയാം അവരൊരു മുസ്ലിം കുടുംബത്തിലുള്ള സ്ത്രീയാണ്. ഏകദേശം ഒരു 10-70 വയസ്സ് പ്രായം ആ സ്ത്രീക്ക് ഒറ്റനോട്ടത്തിൽ തോന്നുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ നടന്ന് ആ സ്ത്രീയുടെ അടുത്തെത്തി. ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവനൊരു സംശയം. അവർക്ക് അനക്കമില്ല. അങ്ങനെ തോന്നിയതും അവൻ കുനിഞ്ഞ് ആ സ്ത്രീക്ക് ശ്വാസമുണ്ടോ എന്ന് നോക്കി. ഇല്ല, ശ്വാസമില്ല. ശരിക്കും ഞെട്ടലോടെയാണ് ആ ചെറുപ്പക്കാരൻ അത് ഉൾക്കൊള്ളുന്നത്. അവൻ ഉടൻ തന്നെ അതുവഴി കടന്നു പോവുകയായിരുന്ന 1-2 വാഹനങ്ങൾ തടുത്തു നിർത്തി അവരോടും കാര്യം പറഞ്ഞു. ബൈക്ക് യാത്രക്കാരും ഓട്ടോക്കാരുമാണ് അവിടെ വാഹനം നിർത്തി ആ ചെറുപ്പക്കാരൻ പറഞ്ഞ സ്ത്രീയെ പരിശോധിച്ചത്. പരിശോധിച്ചപ്പോൾ അവർക്കും കാര്യം വ്യക്തമായി. ആ സ്ത്രീക്ക് അനക്കമില്ല. അതുമാത്രമല്ല, അവരുടെ കയ്യിൽ പിടിച്ചു നോക്കിയ ആട്ടോക്കാരൻ ഒരു കാര്യം കൂടി തിരിച്ചറിയുകയാണ്. ആ സ്ത്രീയുടെ ബോഡി ശരിക്കും നന്നായി മരവിച്ചിരിക്കുകയാണ്. മരിച്ചിട്ട് ഒരുപാട് മണിക്കൂറുകൾ ആയെന്ന് വ്യക്തം. ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. അഴുകി തുടങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. എന്തായാലും ആ ഇൻഫർമേഷൻ അങ്ങനെ തന്നെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ നിറയെ ആളുകൾ തടിച്ചുകൂടി കഴിഞ്ഞു. ശരിക്കും ആ സ്ത്രീ തണുത്ത് മരവിച്ച് കിടക്കുകയാണെങ്കിലും അവരെ കണ്ടാൽ ഉറങ്ങിയാണെന്ന് തോന്നുന്നു. അതാണ് ആളുകളെ വല്ലാതെ ആകർഷിച്ച ഘടകം. പോലീസ് അവിടെ എത്തി ആ ആൾക്കൂട്ടത്തിനെ മാറ്റിയതിനു ശേഷം ആ സ്ത്രീയെ പരിശോധിക്കുമ്പോൾ അവർക്കും ആ കാര്യം ബോധ്യമായി. അത് ഒരു ഡെഡ് ബോഡിയാണ്. അതുവരെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് പോലീസിന്റെ ഭാഷ്യത്തിൽ വന്ന ആ മാറ്റം അങ്ങനെ ഉൾക്കൊള്ളുമ്പോഴേക്കും അവിടെ എത്തിയ ഉദ്യോഗസ്ഥർ മുകൾ തട്ടിലേക്ക് വിവരം അറിയിച്ചു. അതോടൊപ്പം ഫോറൻസിക് ടീമിനെയും വിവരം അറിയിച്ചു. അങ്ങനെ വിവരം മുകൾ തട്ടിലും ഫോറൻസിക് ടീമിനും ഒക്കെ അറിയിച്ചതിന് ശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥർ ആ സ്ത്രീയുടെ ചുറ്റുവട്ടത്ത് അങ്ങനെ പരിശോധിക്കുമ്പോൾ അവർക്കൊരു സഞ്ചി കാണാൻ പറ്റി. ആ സഞ്ചിയും ആ സ്ത്രീയും അതല്ലാതെ അവിടെ വേറൊന്നുമില്ല. പക്ഷെ ആ സ്ത്രീയുടെ മുഖം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് പോലീസ് ആ സ്ത്രീയെ അറിയുമോ എന്ന് തിരക്കി. ആളുകൾ പലരും ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എവിടെയോ കണ്ടു മറന്ന മുഖം. അങ്ങനെയാണ് ആട്ടോ ഡ്രൈവർ അതിന് നൽകിയ മറുപടി. ആളാരാന്ന് അയാൾക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അതുവഴി ആ സമയത്ത് കടന്നു വന്ന 1-2 ബൈക്കുകാരും നിർത്തി ആ സ്ത്രീയെ നോക്കിയിട്ട് അവരും അതേ അഭിപ്രായം പറഞ്ഞു. എവിടെയോ കണ്ടിട്ടുണ്ട്. നല്ല പ്രായമുള്ള എന്നാൽ ശരിക്കും കുലീനത്വമുള്ള ഒരു സ്ത്രീയാണ് അവിടെ കിടക്കുന്നത്. അവരുടെ 2 ചെവിയും നന്നായി താഴ്ന്നു കിടപ്പുണ്ട്. അതായത് ചെവിയിലൊക്കെ ഈ വലിയ കമ്മലൊക്കെ ഇട്ടിട്ട് ചെവി ഇങ്ങനെ വലിഞ്ഞു തൂങ്ങുമല്ലോ, അതേ ശൈലിയില ആ ചെവി കാണുന്നത്. കണ്ടാൽ ആരും കൗതുകത്തോടെ നോക്കി നിന്ന് പോകുന്ന ഒരു കുലീനയായ പ്രായമുള്ള ഒരു സ്ത്രീയുടെ മുഖമാണ് ആ സ്ത്രീക്കുള്ളത്. ആ സ്ത്രീയെ കണ്ട് പരിചയമുണ്ട്, പക്ഷെ ആരാന്നറിയില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിനാണ് അവിടെ മുൻതൂക്കമുള്ളത്. ആ അഭിപ്രായങ്ങളെയൊക്കെ പോലീസ് അങ്ങനെ ശേഖരിക്കുമ്പോഴേക്കും മേലുദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അതോടൊപ്പം ഫോറൻസിക് ടീമും സ്ഥലത്തെത്തി. പാലക്കാട് ടൗണിൽ നിന്ന് അവര് എത്തി ഉടൻ തന്നെ പരിശോധന ആരംഭിച്ചു. അധികം തെളിവുകളൊന്നും അവിടെ നിന്ന് ശേഖരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. പക്ഷേ ഒന്നുമില്ല എന്ന് പറയാൻ കഴിയില്ല. ആ സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന സഞ്ചി അതൊരു തെളിവായി മാറി. ആ സഞ്ചിക്കകത്ത് ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. അത് സ്വിച്ച് ഓഫ് മോഡിലാണ്. ആ മൊബൈൽ ഫോൺ എടുത്ത ഫോറൻസിക് ടീം അത് ഓണാക്കിയപ്പോൾ ശരിക്കും അതിന് ബാറ്ററി ചാർജ് ഉണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതല്ല, സ്വിച്ച് ഓഫ് ആക്കിയത് തന്നെയാണ്. ആ ഫോൺ പരിശോധിച്ച പോലീസിന് അതിനകത്തു നിന്നുള്ള നമ്പറുകൾ സ്വാഭാവികമായിട്ടും നോട്ട് ചെയ്യാൻ പറ്റി. പോലീസ് അതേ ഫോണിൽ നിന്ന് തന്നെ അതിൽ കണ്ട ഒരു നമ്പറിലേക്ക് വിളിച്ചു. മറുഭാഗത്ത് ഫോൺ അറ്റൻഡ് ചെയ്ത ആള് ചോദിക്കുന്ന ചോദ്യം ഇപ്പുറത്ത് പോലീസിന് കേൾക്കാം. നബീസുമ്മ, ഇന്ന് രാവിലത്തെ ആ കോള് മറുഭാഗത്ത് പ്രതീക്ഷിക്കുന്നില്ല എന്ന് വ്യക്തം. നോമ്പ് കാലമാണ്. നോമ്പ് കാലത്ത് രാവിലെ നബീസ ഉമ്മ വിളിച്ചതിന്റെ കാര്യം മറുഭാഗത്ത് തിരക്കിയപ്പോൾ ഫോൺ ഹോൾഡ് ചെയ്യുന്ന സർക്കിൾ ഇൻസ്പെക്ടർ അയാളോട് കാര്യം പറഞ്ഞു. എന്തായാലും അതിന് ഫലമുണ്ടായി. ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാള് അവിടെ എത്തി. അയാളാണ് സർക്കിൾ ഇൻസ്പെക്ടറോട് ആ വ്യക്തി ആരെന്ന് പറയുന്നത്. തോട്ടറ എന്ന സ്ഥലത്തുള്ള നബീസയാണ് അവിടെ ആ ഡെഡ് ബോഡിയായി കിടക്കുന്നത്. പോലീസിന് അയാൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് അതാണ് മനസ്സിലായത്. നബീസയ്ക്ക് മക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ട്. ആ വിവരവും അയാൾ പോലീസുമായി പങ്കുവച്ചു. അയാൾ അങ്ങനെ പറഞ്ഞതും അവരെയൊക്കെ വിവരം അറിയിക്കാൻ സർക്കിൾ ഇൻസ്പെക്ടർ അയാളോട് തന്നെ പറഞ്ഞു. ആ വ്യക്തി അയാൾക്കറിയാവുന്ന നബീസയുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്
ഫോറൻസിക് ടീം ആ സഞ്ചിക്കകത്തുള്ള ബാക്കി കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് എടുക്കുന്നത്. അങ്ങനെ എടുത്തപ്പോൾ അതിനകത്ത് നിന്ന് അവർക്ക് ഒരു കുറിപ്പ് കിട്ടി. ഒരു ലെറ്ററാണ്. പോലീസ് ആ ലെറ്റർ തുറന്നു വായിച്ചു. അത് ആത്മഹത്യാ കുറിപ്പാണ്. നബീസ് എഴുതിയിരിക്കുന്ന ആത്മഹത്യാ കുറിപ്പാണ്. അവർക്ക് ജീവിച്ച് മതിയായി, അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിടവാങ്ങാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ആ കത്തിൽ അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. 71-72 വയസ്സോളം പ്രായമുള്ള ആ സ്ത്രീ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ അതിനെ അംഗീകരിക്കണോ അതോ ചെയ്ത് തെറ്റാണെന്ന് പറയണോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായും ആ കത്ത് പോലീസ് വായിച്ചു കേട്ടപ്പോൾ അടുത്തേക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. നല്ല കുലീനതയുള്ള ആ സ്ത്രീ എന്തിനായിരിക്കാം ആത്മഹത്യ ചെയ്യുന്നത്? അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട എന്ത് പ്രശ്നമാണ് അവിടെ വീട്ടിലുള്ളത്? അങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് അവരുടെ ബന്ധുക്കൾ ഒന്നൊന്നായി എത്തി. ബന്ധുക്കൾ വിവരം പറഞ്ഞ് ഓടിയെത്തുകയാണ്. അപ്പോഴേക്കും ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. കിട്ടാവുന്ന എല്ലാ തെളിവുകളും ഫോറൻസിക് വിഭാഗം ശേഖരിക്കുകയാണ്. അവിടെ വിരലടയാളം എന്ന് പറയാൻ കഴിയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. മരിച്ചിട്ട് ഏകദേശം ഒരു ദിവസത്തിൽ കൂടുതലായെന്ന് ആ ബോഡി പരിശോധിച്ച നിമിഷത്ത് തന്നെ ഫോറൻസിക് ടീം പോലീസിനോട് പറഞ്ഞിരുന്നു. നല്ല കട്ടിയായിട്ടുണ്ട് കൈയും കാലുമെല്ലാം, രക്തം കട്ടി പിടിച്ചു കഴിഞ്ഞു എന്നർത്ഥം. അവിടെ എത്തിയ ബന്ധുക്കളോട് അവിടെ നിൽക്കുന്ന നാട്ടുകാർ ആ കാര്യം പറഞ്ഞു. ആ ഉമ്മ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ബന്ധുക്കൾ ആ ഉമ്മയെ ആത്മഹത്യ ചെയ്യാൻ അനുവദിച്ചത് ഒരു കഷ്ടമായി പോയി. അങ്ങനെ നാട്ടുകാർ ശരിക്കും ക്ഷോഭത്തോടെ അവിടെ എത്തിയ ബന്ധുക്കളോട് പ്രതികരിച്ചപ്പോൾ ആ ബന്ധുക്കൾക്ക് വല്ലാത്തൊരു അതിശയം. നബീസുമ്മ ആത്മഹത്യ ചെയ്തിരുന്നു, എന്തിന്? അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഒരു നാട്ടുകാരൻ ആ വന്ന ആളോട് പറഞ്ഞത് അവർ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. നബീസുമ്മ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചെന്നോ? അയാൾ ഉറക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യം സ്വാഭാവികമായിട്ടും പോലീസിന്റെ ശ്രദ്ധയപ്പെടുകയും ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ സംഘവും അവിടെ ആളുകളോട് ആ വ്യക്തിയെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ ഉറക്കെ ആ ചോദ്യം അയാൾ ചോദിച്ചത് അവർ കേൾക്കുന്നത്. പെട്ടെന്ന് സർക്കിൾ ടീമും ആ വ്യക്തിയുടെ അടുത്തേക്ക് വന്നു. എന്താ നിങ്ങൾ ഇപ്പൊ ചോദിച്ചത്? സാറേ, ഇവര് പറയാണ് നബീസുമ്മ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തെന്നു. അതെ, അതാണ് ശരി. സാർ എന്താ ഈ പറയുന്നത്? നബീസുമ്മ ആത്മഹത്യക്കുറിപ്പ് എഴുതാനോ? എന്താ അവർക്ക് എഴുതിക്കൂടെ? സാറേ, അവർക്ക് എഴുത്തും വായന അറിയില്ല. വളരെ ക്ഷോഭത്തോടെയാണ് ആ ചെറുപ്പക്കാരൻ ആ വാചകം പറഞ്ഞത്. ആ നിമിഷത്തിൽ ആ റോഡിന്റെ വശത്ത് ശരിക്കും ആ ഊഷ്മാവ് അങ്ങ് താണതുപോലെയായി. പെട്ടെന്ന് എല്ലാം അങ്ങ് തണുത്തതുപോലെ. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഡയലോഗാണ് ആ ചെറുപ്പക്കാരന്റെ ഭാഗത്തുണ്ടായത്. ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ അനവധി വാഹനങ്ങൾ ആ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ ചെറുപ്പക്കാരൻ ക്ഷോഭിച്ച് ആ ഒരു ഡയലോഗ് പറഞ്ഞത്. അവൻ പറഞ്ഞത് വിശ്വാസം വരാതെ സർക്കിൾ ഇൻസ്പെക്ടർ അവനോട് ചോദിച്ചു, നീ എന്താ പറഞ്ഞേ? അവർക്ക് എഴുത്തും വായന അറിയില്ലെന്നോ? പിന്നെ ആരെ എഴുത്തെഴുതിയത്? സാർ, അതാ ഞാനും ചോദിക്കുന്നത്. അവർക്ക് എഴുത്തും വായന അറിയില്ല. അവർക്ക് എഴുത്തും വായന അറിയാത്ത സ്ഥിതിക്ക് അവരെങ്ങനെ എഴുതും? അവൻ വീണ്ടും ആ ചോദ്യം ആ ശൈലിയിൽ തന്നെ തിരിച്ചു ചോദിച്ചപ്പോൾ ഈ സംഭാഷണം ശ്രദ്ധിച്ചിരിക്കുന്ന ഫോറൻസിക് ടീമും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ശരിക്കും വിജിലന്റായി. അവര് അഭിമുഖീകരിക്കുന്നത് ഒരു ആത്മഹത്യയല്ല, സംഭവിച്ചിരിക്കുന്നത് കൊലപാതകമാണ്. ആ സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ട് കുറിപ്പെഴുതി എന്നുള്ള അവരുടെ ധാരണ പൂർണ്ണമായും തെറ്റാണ്. അവർക്ക് എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. ആ ഡയലോഗ് ആ ചെറുപ്പക്കാരൻ മാത്രമല്ല ആവർത്തിച്ചത്, അവിടെ എത്തിയ ബന്ധുക്കളൊക്കെ അത് ആവർത്തിക്കുകയും ചെയ്തു. നടന്നിരിക്കുന്നത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നുള്ള ആ ഒരു ഫീല് ശരിക്കും അവിടെയുള്ള ആ അന്തരീക്ഷം മുഴുവൻ അങ്ങ് മാറ്റിമറിക്കുകയാണ്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ സമയത്താണ് ശരിക്കും ആ സ്പോട്ട് പോലീസിന്റെ അന്വേഷണ ബുദ്ധിയുടെ ഭാഗമായ തിരച്ചിലിന് വിധേയമാകുന്നത്. അങ്ങനെ തിരഞ്ഞപ്പോൾ അവർക്ക് ആ റോഡിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് മാറി ഒരു ചാക്ക് കാണാൻ പറ്റി. ഒരു നല്ല വലിയ ചാക്കാണ്. ആ ചാക്കും ഈ ബോഡിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സ്വാഭാവികമായിട്ടും ആദ്യം ഒരു സംശയം പോലീസിനുണ്ടായി. പക്ഷെ ചാക്ക് എടുത്തപ്പോൾ ആ ചാക്കിനകത്ത് മുടികൾ പറ്റിയിരിക്കുന്നത് വ്യക്തമായും കാണാം. പെട്ടെന്നാണ് പോലീസിന് അതിന്റെ സാധ്യത മനസ്സിലാകുന്നത്. ആ ചാക്കിനകത്ത് നബീസുമ്മയെ കൊണ്ടുവന്നതിന് ശേഷം നബീസുമ്മയെ ആ റോഡിന്റെ വശത്ത് എടുത്തു കിടത്തിയ കൊലപാതകികളോ ആ ചാക്ക് അതിനുശേഷം കുറച്ച് മുകളിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. ആ സ്ത്രീക്ക് എഴുത്തും വായനയോ അറിയില്ല, അതുകൊണ്ട് അത് ആത്മഹത്യയല്ല എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം മാത്രമല്ല പോലീസിനെ ഇപ്പൊ ആ വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആ സ്ത്രീയുടെ ബോഡി പരിശോധിച്ചപ്പോൾ ആ ബോഡിക്ക് അനുഭവപ്പെട്ട തണുപ്പ് ഫോറൻസിക് വിഭാഗം വ്യക്തമായും പോലീസിനോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആ സ്ത്രീ ഒരുപാട് നേരം കിടന്നാൽ ഉറപ്പായും ആ സ്ത്രീ ആരെങ്കിലുമൊക്കെ കാണും. ആ സ്ത്രീ മരിച്ച് എത്രയെങ്കിലും മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവിടെ അവരെ കൊണ്ടിട്ടതാണ്. അവരവിടെ കൊണ്ടിടാൻ വേണ്ടിയാണ് ആ ചാക്ക് ഉപയോഗിച്ചത്. എന്തായാലും ആ നിമിഷം മുതൽ പോലീസ് അന്വേഷണത്തിന്റെ വ്യാപ്തി ഒന്ന് വർദ്ധിപ്പിച്ചു. ഇപ്പോ സമയം ഏകദേശം വൈകുന്നേരം 4 കഴിഞ്ഞു.
ആ ഭാഗത്തുള്ള തെരച്ചിലുകൾ അവസാനിപ്പിച്ചിട്ട് പോലീസ് സംഘം അവരുടെ കൈവശം ലഭിച്ചിരിക്കുന്ന ആ തെളിവുകളുമായി സ്റ്റേഷനിലേക്ക് മടങ്ങി. 70-ലധികം വയസ്സ് പ്രായമുള്ള നബീസ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ സ്ത്രീയുടെ ബന്ധുക്കളുടെ ലിസ്റ്റ് ശേഖരിച്ച പോലീസ് പിറ്റേ ദിവസം, അതായത് ജൂൺ 25-ന് ആ വീടുകളിലേക്ക് ഒരു അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. നബീസയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കാൻ തീരുമാനിച്ച വീടുകളിലേക്ക് 25-ന് പോലീസ് തിരക്കി എത്തുന്ന അതേ സമയത്ത് ആ സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ വിവിധ വീടുകളിൽ അന്വേഷണം നടത്തി തിരിച്ചെത്തിയ പോലീസിന് അപ്പോൾ തന്നെ ലഭിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ 1-2 പേര് പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് ആ മോർച്ചറിക്കം പോസ്റ്റ്മോർട്ടം നടക്കുന്ന പ്ലേസിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ആ ബോഡിയിലെ ചില പ്രത്യേകതകൾ ഡോക്ടേഴ്സ് അന്വേഷണ സംഘത്തോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സ്ത്രീയുടെ ഉള്ളിൽ വിഷം കയറിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരാൾ വിഷം കഴിക്കുകയാണെങ്കിൽ ആ വിഷം നേരെ അന്നനാളത്തിലൂടെ ആമാശയത്തിൽ എത്തണം. പക്ഷെ ഇവിടെ ആ സ്ത്രീയുടെ ഉള്ളിൽ വിഷം കലർന്നിരിക്കുന്നത് ശ്വാസകോശത്തിലാണ്. ശ്വാസകോശത്തിലേക്ക് വിഷം കലർത്തണമെങ്കിൽ അത് ബലമായി ആരെങ്കിലും ആ സ്ത്രീയുടെ വായിലേക്ക് വിഷം കുത്തിക്കയറ്റാൻ ശ്രമിച്ചാലേ പറ്റൂ. കുടലിലേക്ക് ഇട്ടോ ബലമായിട്ടോ ഒക്കെ ഒഴിക്കുമ്പോൾ അന്നനാളത്തിലൂടെയും ശ്വസന നാളിലൂടെയും ഒരുപോലെ ഈ പദാർത്ഥം ഒഴുകാൻ സാധ്യതയുണ്ട്. ഏത് ലിക്വിഡ് ആണെങ്കിലും അങ്ങനെ ഒഴുകും. വിഷം കലർന്ന ആ ലിക്വിഡ് ഏതാണെന്നും ഏകദേശം ഒരു സൂചന പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് അന്വേഷണത്തോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ചിതലിലേക്ക് അടിക്കുന്ന ഒരുതരം കീടനാശിനിയാണ് ആ ലേഡിയുടെ ശ്വാസകോശത്തിലും അതുപോലെ ആമാശയത്തിലുമൊക്കെ എത്തിയിരിക്കുന്നത്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്നതിനും ഏകദേശം 48 മണിക്കൂർ മുമ്പ് ആ സ്ത്രീ മരണപ്പെട്ടിരിക്കുകയാണ്. അക്കാര്യം ഏതാണ്ട് കൺഫേമാണ്. നബീസയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അവരെ കൊന്ന് ഒരു 10-12 മണിക്കൂറെങ്കിലും അവരെ മറ്റെവിടെയോ സൂക്ഷിച്ചതിന് ശേഷമാണ് ആ ബോഡി നമ്മൾ കണ്ട ഭാഗത്ത് ഉപേക്ഷിച്ചിരിക്കുന്നത്. ആ സ്ത്രീയെ ആരായിരിക്കാൻ കൊന്നത് അത് കണ്ടെത്താനുള്ള ഒരു അന്വേഷണം പോലീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് നബീസയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരശേഖരണം നടത്തുന്നതിനിടയിൽ നബീസയുടെ ഫോണും പരിശോധിക്കുകയാണ്. നബീസയുടെ ഫോൺ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ പരിധിയിൽ തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതേ നബീസയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഷീർ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ പരാതി കൊടുത്തിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയപ്പെടുന്നത്. അങ്ങനെയാണ് ബഷീറിനെ അവര് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. നബീസുമയെ കാണാനില്ല എന്നുള്ള പരാതി കൊടുക്കാൻ ഇടയായ കാരണത്തെക്കുറിച്ച് പോലീസ് ബഷീറിനോട് തിരക്കുമ്പോൾ ബഷീർ അതിന്റെ കാരണം പറഞ്ഞു. ബഷീറും ഭാര്യ ഫസീലയും താമസിക്കുന്ന വീട്ടിലേക്ക് 22-ാം തീയതി വൈകുന്നേരമാണ് നബീസ വരുന്നത്. ശരിക്കും നബീസയെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത് ബഷീർ തന്നെയാണ്. അവർ വേറൊരു പരിപാടി കഴിഞ്ഞിട്ട് നബീസയുടെ വീടിനടുത്തൂടി വന്നപ്പോൾ നബീസയെ കയറി കണ്ട് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നബീസ അങ്ങനെ അന്നത്തെ നോമ്പ് തുറക്കുന്നത് ശരിക്കും ബഷീറിന്റെ വീട്ടിൽ വെച്ചാണ്. നോമ്പ് തുറ കഴിഞ്ഞ് ചെറുമോന്റെ ഭാര്യയും അനുഭവിച്ചതിന് ശേഷം അവര് അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു. അവര് വീട്ടിൽ മടങ്ങിയെത്തുമെന്ന് അറിയാൻ വേണ്ടി രാത്രി ബഷീർ നബീസയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. നബീസ ഫോൺ എടുത്തില്ല. പിറ്റേന്ന് രാവിലെ, അതായത് 23-നാണ് ബഷീർ വീണ്ടും നബീസയെ വിളിക്കുന്നത്. അപ്പോ നബീസയെ കിട്ടിയില്ല. നബീസയെ കിട്ടാതെ വന്നപ്പോൾ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്ത ബഷീർ ഉടൻ തന്നെ നബീസയുടെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ബഷീർ ആ കാര്യം അറിയുന്നത്. നബീസ വീട്ടിലേക്ക് വന്നിട്ടില്ല. അടുത്ത ബന്ധു വീട്ടിലേക്ക് ബഷീർ നബീസയെ തിരക്കിപ്പോൾ അവിടെയൊന്നും നബീസ ചെന്നിട്ടില്ല. തങ്ങളുടെ വീട്ടിൽ നിന്നാണ് വൈകുന്നേരം നബീസ പുറത്തേക്ക് പോകുന്നുള്ള കാര്യം ബഷീറിനും ഫസീലയ്ക്കും അറിയാം. അവരെ വീട്ടിൽ വന്നതിന് ശേഷം നബീസ വീട്ടിലേക്ക് മടങ്ങി ചെന്നിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വിഷയമാവും. അങ്ങനെ തോന്നിയതും ഫസീലയാണ് ബഷീറിനോട് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഷീർ സ്റ്റേഷനിൽ ചെന്ന് മുത്തശ്ശിയെ കാണാനില്ല എന്നുള്ള പരാതി കൊടുക്കുന്നത്. മുത്തശ്ശി മറ്റേതെങ്കിലും ബന്ധുവീടുകളിൽ പോയി കാണും. ചിലപ്പോൾ ഫോണ് സ്വിച്ച് ഓൺ ആകുമ്പോൾ തിരിച്ചു വിളിക്കും. ആ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബഷീർ നബീസയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 24-ാം തീയതി രാവിലെ നബീസയെ ആ റോഡിന്റെ സൈഡിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടു എന്നുള്ള വാർത്ത ബഷീർ അറിയുന്നത്. അവനറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് അങ്ങനെ പങ്കുവച്ചു. ബഷീർ പറഞ്ഞ കാര്യം വാസ്തവമാണെന്ന് അറിയാൻ വേണ്ടി പോലീസ് നബീസയുടെ ആ കോൾ ഡേറ്റ പരിശോധിക്കുകയാണ്. ആ കോൾ ഡേറ്റ പരിശോധിച്ചപ്പോൾ പോലീസിന് ആ കാര്യം ബോധ്യമായി. ബഷീർ പറഞ്ഞത് ഏതാണ്ട് ശരിയാണ്. അവൻ അനവധി തവണ നബീസയെ വിളിച്ചിട്ടുണ്ട്. 22-ാം തീയതി രാത്രിയും 23-ന് രാവിലെയും പിന്നീട് 23-ൽ പല തവണയും നബീസയുടെ ഫോണിലേക്ക് ബഷീർ വിളിച്ചിട്ടുണ്ട്. അത് ബഷീറിന്റെ കോൾ ഡേറ്റ എടുത്തപ്പോൾ പോലീസിന് ബോധ്യമായി. ആ കാര്യം ബോധ്യമായതും പോലീസ് സംഘം
നബീസയുടെ മറ്റു ബന്ധുക്കളിലേക്ക് അന്വേഷണം മാറ്റിപ്പിടിക്കുകയാണ്. നബീസയ്ക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കൾ മുഴുവൻ ലിസ്റ്റ് കളക്ട് ചെയ്ത അന്വേഷണ സംഘം അവർ ഓരോരുത്തരെയായി ചോദിച്ചു തുടങ്ങി. ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ്. നബീസയ്ക്ക് എതിരാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നാണ് പോലീസിന് യഥാർത്ഥത്തിൽ അറിയേണ്ടത്. നബീസയെ കൊല്ലാൻ ഒരു കാരണം വേണമല്ലോ. ഒരു മോട്ടീവും ഇല്ലാതെ ഒരാള് ഒരു വ്യക്തിയെ കൊല്ലൂല. ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആളുകളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നത്. അവിടെ എത്തുന്ന നബീസയുടെ ബന്ധുക്കളോട് പോലീസ് ചോദിക്കുന്നു ആ ചോദ്യമാണ്, നബീസയെ കൊല്ലാൻ ആർക്കെങ്കിലും ഒരു കാരണമുള്ളതായി നിങ്ങൾക്ക് അറിയുമോ? നബീസയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നബീസയെ നിങ്ങൾ അവസാനമായി എന്നാണ് കണ്ടത്? അങ്ങനെയുള്ള സാധാരണ ചോദ്യങ്ങൾക്കൊടുവിലാണ് ആ ചോദ്യം പോലീസ് ചോദിക്കുന്നത്. ആ ചോദ്യം എത്തുമ്പോൾ പലരും പല മറുപടി പറയുന്നതിനിടയിൽ ഒരാൾ പറഞ്ഞു, സാർ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ആ ബഷീറിന്റെ ഭാര്യ ഫസീല ചിലപ്പോൾ നബീസുമയെ കൊല്ലാൻ സാധ്യതയുണ്ട്. നബീസുമയെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞ അങ്ങനെ ഒരു പരാതി പോലീസിൽ എത്തിച്ച ബഷീർ എന്ന നബീസയുടെ ചെറുമകന്റെ ഭാര്യയെക്കുറിച്ചാണ് ഈ ആരോപണം. അതുകൊണ്ട് തന്നെ ആ ആരോപണം കേട്ടപ്പോൾ പോലീസിന് വല്ലാത്തൊരു കൗതുകം. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? സാർ, ഈ നബീസ് തന്നെ ഞങ്ങളോട് ഫസീലെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്ത് പരാതി? ഈ നബീസയുടെ സ്വർണം കളവ് പോയി എന്ന നബീസ പറയുന്നത്. അതിന് ഫസീലുമായിട്ട് എന്താണ് ബന്ധം? പോലീസ് വീണ്ടും ആ ചോദ്യം ചോദിച്ചതും ആ വ്യക്തി പോലീസിനോട് പറഞ്ഞു, സാർ, നബീസുമ്മ പറയുന്നത് ആ സ്വർണം എടുത്തത് ഫസീലയാണെന്നാണ്. ഫസീല നബീസയുടെ ചെറുമകന്റെ ഭാര്യയാണ്. ആ കുട്ടിയെക്കുറിച്ച് ആ ശൈലിയിൽ ഒരു ആരോപണം നബീസുമ്മ ഉന്നയിച്ചു എന്ന് കേട്ടപ്പോൾ അന്വേഷണ സംഘത്തിന് അതൊരു കൗതുകകരമായ കാര്യമായി മാറി. ഇത് ശരിക്കും അപവാദമല്ലേ? സാർ, ഞങ്ങൾക്കും ആ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നബീസുമ്മ ഞങ്ങളോടെല്ലാം തീർത്തു പറഞ്ഞത് ഫസീല ആ സ്വർണ്ണം എടുത്തു കാണുമെന്നാണ്. എന്താ അവരങ്ങനെ പറയാൻ കാരണം? സാർ, അതിന്റെ കാരണം കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ നബീസുമ്മ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങളോടൊക്കെ അങ്ങനെ പറഞ്ഞത്. നബീസുമ്മയ്ക്ക് 10-70 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഞങ്ങളാരും ശരിക്കും അത് കാര്യമായി എടുത്തതുമില്ല. ആ വ്യക്തി ആ വിവരങ്ങളൊക്കെ അങ്ങനെ പോലീസുമായി പങ്കുവച്ചപ്പോൾ പോലീസിന് ഇപ്പോൾ ഒരാളുടെ പേര് കിട്ടിയിരിക്കുകയാണ്, ഫസീല. നബീസുമ്മയെ കാണാനില്ല എന്ന പരാതി പറഞ്ഞ ബഷീറിന്റെ സ്വന്തം ഭാര്യ ഫസീല അങ്ങനെ പോലീസിന്റെ ചുവന്ന വൃത്തത്തിനകത്തായി. ആ സ്ത്രീയെ നബീസുമ്മയ്ക്ക് സംശയം ഉണ്ടായിരുന്നു. നബീസുമ്മ ആ സ്ത്രീയെ സംശയിക്കുന്നു എന്ന കാര്യം അവര് നാട്ടുകാരോടും ബന്ധുക്കാരോടും പറഞ്ഞിട്ടുമുണ്ട്. ഫസീലയ്ക്ക് ആ ക്രൈമുമായി ബന്ധമില്ലെങ്കിൽ നബീസ ഫസീലയെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന അപവാദം സഹിക്കവയ്യാതായപ്പോൾ ഫസീല ഇനി നബീസെ തട്ടിയതാണോ? ആ വ്യക്തി പറഞ്ഞ വിവരങ്ങളിൽ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് ഒരു ബോധ്യം പോലീസിന് ഉണ്ടാകുമ്പോൾ പോലീസ് ബഷീറിനെ കുറിച്ചും ഫസീലയെ കുറിച്ചും അന്വേഷിച്ചു തുടങ്ങി. ആ അന്വേഷണം എത്തി നിന്നത് ശരിക്കും ഫസീലയിലാണ്. ഫസീല ബഷീറിനെ കല്യാണം കഴിച്ചതിന് ശേഷം ഫസീലയും ബഷീറിന്റെ അച്ഛനും തമ്മിൽ ഒരു വിഷയം ഉണ്ടായി. ആ വിഷയം അവസാനം കോടതിയിലാണ് എത്തിയത്. കോടതിയിലെ കേസ് ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണ്. ബഷീറിന്റെ വാപ്പയെ ഫസീല വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷൻ ആ കേസ് കോടതിയിൽ പ്രൂവ് ചെയ്യുകയും ചെയ്തു. അതിന്റെ ഫലമായി ഫസീലയ്ക്ക് കോടതി വിധിച്ചത് 5 കൊല്ലത്തെ തടവാണ്. നബീസുമ്മയുടെ ആ ചെറുമകനായ ബഷീറിന്റെ വാപ്പയെ കൊല്ലാൻ ശ്രമിച്ചതിന് ബഷീറിന്റെ ഭാര്യ ഫസീലയ്ക്ക് 5 കൊല്ലത്തെ തടവ് കോടതി വിധിച്ചിരുന്നു എന്നുള്ള ആ വാർത്ത പോലീസിനെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. അവരെ പ്രതീക്ഷിക്കാത്ത ഒരു പശ്ചാത്തലം ഫസീലയ്ക്കുണ്ട്. ഫസീലയ്ക്ക് ശിക്ഷ കിട്ടി. ഫസീല ഇടയ്ക്ക് പരോൾ ഇറങ്ങുന്നത് 2018-ലാണ്. 2018 പാലക്കാട് തന്നെയുള്ള കല്ലേക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഫ്ലാറ്റിൽ നിന്ന് മോഷണം നടത്തിയതിന്റെ പേരിൽ ഫസീലയ്ക്കെതിരെ ഒരു കേസുണ്ട്. അവിടുന്ന് മോഷണം പോയത് സ്വർണ്ണമാണ്. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് 2024 ഒരു ജുവലറി ഉടമയെ പെപ്പർ സ്പ്രേ അടിച്ച് മയക്കി അവിടുന്ന് മോഷണം നടത്തിയ ഒരു കേസുണ്ട്. ആ കേസിലും ഈ ഫസീല ഉണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലാണ്. ഒരു ജുവലറിയിൽ പട്ടാപ്പകൽ ഒരു മോഷണം നടക്കുക, ആ മോഷണത്തിന് പെപ്പർ സ്പ്രേ ഉപയോഗിക്കുക, ഉടമ ആ പെപ്പർ സ്പ്രേയുടെ ആക്രമണത്തിൽ പുറകോട്ട് വീഴുമ്പോഴേക്ക് കിട്ടുന്ന സാധനങ്ങളുമായി ഓടി രക്ഷപ്പെടുക. അതൊക്കെ ഒരു പ്രചാരത്തിലായി വരുന്ന ഒരു തരത്തിലുള്ള മോഷണമാണ്. ആ ശൈലി നടന്ന ഒരു മോഷണത്തിൽ അവിടുത്തെ CCTV വിഷ്വലുകളിലൂടെയും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് ഫസീലെ പോലുള്ള ഒരു സ്ത്രീ സംശയിക്കപ്പെടുന്നത്. ബഷീറിന്റെ വാപ്പയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച ഫസീല അവിടെ പാലക്കാടും അതുപോലെ തൃപ്പൂണിത്തുറയിലും മോഷണങ്ങൾ നടത്തിയിരിക്കുകയാണ്. ആ 3 കാര്യങ്ങളും ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഫസീല ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നബീസുമ്മ പറയുന്ന ആ കാര്യം വാസ്തവമാകുമോ?
അവരുടെ കൈവശമുണ്ടായിരുന്ന 43 പവൻ സ്വർണം ഫസീല അടിച്ചു മാറ്റി കാണും. അങ്ങനെ ഒരു സംശയം പോലീസിനുണ്ടായതും പോലീസ് ഫസീലയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഫസീല സ്റ്റേഷനിലെത്തി, കൂടെ ബഷീറുമുണ്ട്. പോലീസ് ഫസീലയെ ചോദ്യം ചെയ്തു തുടങ്ങി. ഫസീലയെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോഴാണ് പോലീസും ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്. ചോദ്യങ്ങൾക്ക് ഫസീലയ്ക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. ഏത് ചോദ്യമാണ് പോലീസ് ചോദിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി അവൾക്ക് അറിയാം എന്ന ശൈലിയിലാണ് അവളുടെ ആൻസറുകൾ. ഒരു പഠിച്ച എക്സ്പെർട്ടിന്റെ എല്ലാ ലക്ഷണങ്ങളുമുള്ള മറുപടികൾ ഫസീലിന്റെ ഭാഗത്തുനിന്ന് വന്നു തുടങ്ങിയപ്പോഴേ പോലീസിന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തു തുടങ്ങി. പോലീസ് അവളെ വിളിക്കുമെന്നും ചോദ്യം ചെയ്യുമെന്നും അവൾക്ക് കൃത്യമായി അറിയാം. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ എന്ത് ചോദ്യം വരുമെന്നും ആ ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കണമെന്നും അവള് ശരിക്കും ട്രെയിൻഡാണ്. അവൾ അതിൽ പരിശീലിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ തോന്നിയതും പോലീസിന്റെ ആ ചോദ്യം ചെയ്യൽ മെക്കാനിസമേ അങ്ങ് മാറി. അവരെ കുറിച്ച് റഫായി തുടങ്ങിയതും ബഷീറാണ് പോലീസിനോട് സംസാരിച്ചു തുടങ്ങിയത്. ശരിക്കും ബഷീർ സംസാരിച്ചു തുടങ്ങാനുള്ള കാരണം പോലീസിന്റെ ഒരു ചോദ്യമാണ്. ബഷീറെ, നിനക്ക് കുറച്ച് വിവരമുണ്ടെന്നാണ് ഞങ്ങൾ തുടക്കത്തിൽ ധരിച്ചത്. നബീസയ്ക്ക് എഴുത്തും വായനയും അറിയില്ലെന്നുള്ള കാര്യം നിനക്കും അറിയാവുന്നതാണ്. എന്നിട്ട് നീ എന്തിനാ നബീസ എഴുതുന്നു എന്ന ലേബലിൽ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതിയത്? അതല്ലേ നീ പിടിക്കപ്പെടാൻ കാരണം? പോലീസ് ഒരു അനനയ ശൈലിയിലാണ് ബഷീറിനോട് ആ ചോദ്യം ചോദിച്ചത്. നബീസയ്ക്ക് എഴുത്തും വായനയും അറിയില്ല എന്നുള്ള കാര്യം ബഷീറിനും ഫസീലയ്ക്കും അറിയാം. അവരെ കൊന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആ ആത്മഹത്യക്കുറിപ്പ് എഴുതിയിരിക്കുന്നതെന്ന് നേരത്തെ ബഷീറും പോലീസിനോട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇപ്പൊ പോലീസ് ചോദിക്കുന്നത് ആ കത്തെഴുതിയത് ബഷീർ അല്ലെന്നാണ്. വളച്ചാണ് ചോദിക്കുന്നതെന്ന് മാത്രം. ആ ചോദ്യത്തിൽ പരിങ്ങിപ്പോയ ബഷീർ പതുക്കെ പോലീസിനോട് കാര്യം പറഞ്ഞു തുടങ്ങി. ബഷീറിന്റെ ഫസീലയ്ക്ക് നബീസയോട് ഒരു എതിർപ്പുണ്ടാകാനുള്ള കാരണം ഉണ്ടായത് ബഷീറിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. നബീസയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം എങ്ങനെയോ കളവ് പോയി. ആര് മോഷിച്ചെന്നോ എങ്ങനെ മോഷിച്ചെന്നോ ആർക്കും ഒരു വിവരമില്ല. സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ആ കേസിന്റെ അന്വേഷണങ്ങളൊക്കെ നടന്നു വരികയാണ്. പ്രതിയെ കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റിയിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഷീറിന്റെ ഉമ്മയുടെ ആഭരണം മോഷണം പോകുന്നത്. ബഷീറിന്റെ ഉമ്മയുടെ ആഭരണം മോഷണം പോയത് അറിഞ്ഞുകൊണ്ട് ബഷീറിന്റെ വീട്ടിൽ ഒത്തുകൂടിയ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ നബീസുമ്മ ആ വീട്ടിലെ ആ മരുമകളെ നോക്കി ഉറക്കെ മറ്റുള്ളവരോട് പറഞ്ഞു, എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു, ഇപ്പോ എനിക്ക് വ്യക്തമായി. ഈ മോഷണം നടത്തിയത് എവളാണ്. ബഷീറിന്റെ ഉമ്മയുടെ ആഭരണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന ബന്ധുക്കളൊക്കെ ശരിക്കും നബീസുമ്മ പറഞ്ഞ ആ വാചകം കേട്ട് ഞെട്ടിപ്പോവുകയാണ്. കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ ആ വീട്ടിൽ ഒരു മോഷണം നടന്നിരിക്കുന്ന സമയത്ത് മോഷണം നടത്തിയത് ആ വീട്ടിലെ മരുമകൾ തന്നെയാണെന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോൾ അത് ഒരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുമല്ലോ. ആ അസ്വസ്ഥത സ്വാഭാവികമായും അവിടെ അതുണ്ടായി. ബന്ധുക്കളൊക്കെ അന്ന് നബീസുമ്മയെ ശരിക്കും വഴക്ക് പറഞ്ഞ് അവിടുന്ന് വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പക്ഷെ അത് ഫസീലയ്ക്ക് നന്നായി കൊണ്ടു. ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫസീലയാണ് സ്വർണം മോഷിച്ചെന്ന് നബീസുമ്മ വിളിച്ചു പറയുന്നത്. നബീസുമ്മ അങ്ങനെ വിളിച്ചു പറഞ്ഞത് അങ്ങ് വിട്ടുകളയാൻ ഫസീലയ്ക്ക് തികച്ചും മടിയുണ്ടായിരുന്നു. അവള് ബഷീറിനോട് പറഞ്ഞു, ബഷീറെ, എന്നെ ഈ ആളുകളുടെ മുന്നിൽ വെച്ച് കള്ളിയാക്കിയ ആ കിളവിയെ എനിക്ക് കൊല്ലണം. അവള് രണ്ടും കൽപ്പിച്ച് ആ വാചകം പറഞ്ഞപ്പോൾ ബഷീർ ആദ്യം അവളെ നിരുത്സാഹപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി. പക്ഷെ അവളുടെ ആവേശം ദിവസം കഴിയുന്തോറും കൂടി വരികയാണ്. അവരുടെ ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ആ ബന്ധുക്കളൊക്കെ നബീസുമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ബഷീറിനോടും ഫസീലിനോടും പറയുമ്പോൾ വീട്ടിൽ മടങ്ങിയെത്തുന്ന ബഷീറിനോട് ഫസീല അത് തന്നെ പറയും, ആ തളയെ കൊല്ലണം, ഇല്ലെങ്കിൽ അവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ആ വാചകം ആവർത്തിച്ച് ബഷീറിലേക്ക് ഫസീലിങ്ങനെ തള്ളിക്കൊണ്ടിരുന്നപ്പോൾ നോമ്പ് കാലമെത്തി. നോമ്പ് കാലമായതും ഫസീല ബഷീറിനോട് പറഞ്ഞു, നമുക്ക് ഈ നോമ്പ് കാലത്ത് ഒരു നല്ല കാര്യം ചെയ്തേ പറ്റൂ. നല്ല കാര്യം എന്ന് പറയുമ്പോൾ പുണ്യകർമ്മങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ പുണ്യകർമ്മമായിട്ട് ഇവിടെ ഫസീല കണ്ടിരിക്കുന്നത് നബീസയുടെ വധമാണ്. ആദ്യം ബഷീർ സമ്മതിച്ചില്ലെങ്കിലും അവസാനം ബഷീറിനെ കൊണ്ട് ഫസീല സമ്മതിപ്പിച്ചു. അങ്ങനെയാണ് 22-ാം തീയതി നബീസയെ തട്ടാൻ അവർ തീരുമാനിച്ചത്. നബീസയെ തട്ടാനുള്ള എല്ലാ പ്ലാനുകളും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് നബീസയുടെ ചെറുമകനായ ബഷീർ ഫസീലയ്ക്കൊപ്പം വാഹനത്തിൽ അവിടെ നബീസയുടെ വീട്ടിലെത്തുന്നത്. നബീസയെ അവര് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനാണ് ചെന്നത്. അന്നത്തെ നോമ്പ് തുറ ബഷീറിന്റെ വീട്ടിലാകാമെന്ന് ബഷീർ പറഞ്ഞപ്പോൾ നബീസ വിസമ്മതിച്ചു. പക്ഷെ ബഷീർ നിർബന്ധിച്ചു, ഉമ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നമുക്ക് ഇനി അതിന്റെ പേരിൽ പിണക്കം നടിച്ചാൽ ശരിയാവില്ല. ഉമ എന്തു പറഞ്ഞാലും പറ്റില്ല, ഉമ വന്നേ പറ്റൂ. ബഷീർ ശരിക്കും നിർബന്ധിച്ചപ്പോൾ മനസ്സില്ല മനസ്സോടെ അവസാനം നബീസുമ്മ ബഷീറിനും ഫസീലയ്ക്കൊപ്പം അവരുടെ വീട്ടിലെത്തി. അവർ പറഞ്ഞ വാസ്തവമാണ്. നബീസുമ്മയ്ക്ക് വേണ്ടി നോമ്പ് കഞ്ഞിയെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നോമ്പ് കഞ്ഞിക്ക് അന്ന് ഒരു കോമ്പിനേഷൻ കൂടി ഉണ്ട്, ചീരക്കറിയാണ്. നബീസുമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ ചീരക്കറി എന്ന് പറയുന്നത്.
അങ്ങനെ ശീരക്കരയും കൂട്ടി നബീസുമ ഭക്ഷണം കഴിച്ചു. സന്തോഷത്തോടെ ഫസീലയും ബഷീറും നബീസോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നബീസുമ അവിടെ ആ കസേരയിൽ അങ്ങനെ ഇരിക്കുകയാണ്. നബീസുമയെ തന്നെ നോക്കി ബഷീറും ഫസീലയും ഇരിക്കുകയാണ്. സമയം അങ്ങനെ കടന്നു പോവുകയാണ്. 6:30 മണിയോട് അടുപ്പിച്ചാണ് ഈ നോമ്പ് കഞ്ഞി നബീസുമ കുടിച്ചത്. 6:45 7 നബീസുമയ്ക്ക് ഒരു കുലുക്കവും ഇല്ല. നബീസുമ കുലുങ്ങാതെ വന്നപ്പോൾ ബഷീറിനും ഫസീലയ്ക്കും വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അവർ പിന്നെയും കാത്തിരുന്നു. മണി 7:30. നബീസയ്ക്ക് ഒരു കുലുക്കമില്ല. കുലുക്കമില്ലെന്ന് മാത്രമല്ല, ആ സ്ത്രീ ബഷീറോട് പറയുകയും ചെയ്തു, ഡാ ബഷീറെ, നീ ഒരു ആട്ടോ പിടിച്ചതാ, ഞാൻ അതില് വീട്ടിലേക്ക് പോവാം. എനിക്ക് എന്റെ കുടി കിടന്നാലേ അങ്ങോട്ട് ഉറക്കം വരത്തുള്ളൂ. നബീസും ആ വീട്ടിൽ നിന്ന് പോകാൻ പോവുകയാണെന്ന് ബഷീറിനോട് പറഞ്ഞതും ഫസീലയും ബഷീറും മുഖത്തോട് പോയി നോക്കി. ആ നോട്ടത്തിന് ഫലമുണ്ടായി. അടുക്കളയിലേക്ക് പോയ ഫസീല മടങ്ങി വരുമ്പോൾ ഫസീലിന്റെ കയ്യിൽ ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ ഫസീലിന്റെ കൈ കണ്ടതും ബഷീർ മുന്നോട്ടാഞ്ഞ് നബീസെ കയറിങ്ങ് പിടിച്ച് വാ വലിച്ചേക്ക് പടർന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നബീസയ്ക്ക് മനസ്സിലാകും മുമ്പ് ഫസീല ആ ബോട്ടിൽ തുറന്ന് അതിലെ ദ്രാവകം നബീസയുടെ വായിലേക്ക് കമഴ്ത്തി. പെട്ടെന്ന് വായിലേക്ക് എന്തോ ദ്രാവകം ഇടുന്നു. അത് തൊട്ടുമ്പ് വാങ്ങ് വലിച്ചെങ്ങ് പിളർന്നിരിക്കുകയാണ്. അവർക്ക് ശ്വാസം എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായി. ആ സമയത്താണ് ആ ദ്രാവകം അവിടെ വായിലേക്ക് ഇരച്ചു കയറുന്നത്. സ്വാഭാവികമായിട്ടും ശ്വസന നാളിയിലും അതുപോലെ അന്നനാളത്തിലൂടെ ആ ദ്രാവകം അങ്ങ് ഒഴുകി. ആ ദ്രാവകം ഈ ചിതലിനെ കൊല്ലാനായി നമ്മൾ ഉപയോഗിക്കുന്ന അതേ വിഷമാണ്. നേരത്തെ അവരാ ചീരയിൽ ഇതേ വിഷം കലർത്തിയാണ് ആ ഉമ്മയ്ക്ക് കൊടുത്തത്. ആ ചീരയിൽ കലർത്തിയിരുന്ന വിഷം ലേശം കുറഞ്ഞു പോയതുകൊണ്ടാകും നബീസ അത് കഴിച്ചിട്ടും കുഴഞ്ഞു വീഴാത്തത്. നബീസയെ കൊല്ലാനായി തീരുമാനിച്ചുറച്ചിരുന്ന ബഷീറിനും ഫസീലയ്ക്കും അവസാനം നേരിട്ട് വിഷം ഒഴിച്ചു കൊടുക്കാല്ലാതെ മാർഗമില്ലാതായതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. എന്നാൽ അതിന് ഫലമുണ്ടായി. അല്പസമയം കഴിഞ്ഞതും നബീസ താഴേക്കൊക്കെ വീണു. അവര് അങ്ങ് നിശ്ചലയാവുകയും ചെയ്തു. അവർ മരിച്ചു എന്ന് ഉറപ്പായതും ഫസീലും ബഷീറും അടുത്ത നടപടി എന്ത് വേണം എന്നതിനെ കുറിച്ചുള്ള ആലോചനയ്ക്ക് കടന്നു. ആ ആലോചന അങ്ങനെ തുടരുമ്പോഴേക്കും 22 അങ്ങ് തീർന്നു. 23 പുലർന്നു. 23 പുലരുമ്പോഴും നബീസയുടെ ഡെഡ് ബോഡി അവരുടെ വീട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. ആ ഡെഡ് ബോഡി മറവ് ചെയ്യണം. എവിടെ എങ്ങനെ മറവ് ചെയ്യണം? ആ ഒരു ആലോചനയാണ് അവസാനം അവരെ ഒരു കാര്യത്തിൽ കൊണ്ടെത്തിച്ചത്. നബീസ ആത്മഹത്യ ചെയ്തു എന്നൊരു ധാരണ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ ആരും ഈ കേസിന് പുറകെ നടക്കത്തില്ല. അങ്ങനെ തോന്നിയതും നബീസയുടെ കൈപ്പട ഈ ശൈലിയിലായിരിക്കും എന്നുള്ളൊരു ഊഹത്തിൽ ഒരു ബുക്കെടുത്ത് ഫസീല ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി തുടങ്ങി. അത് എഴുതി ആ കത്തിലേക്കും ആ കുറിപ്പിലേക്കും നോക്കിയപ്പോൾ അത് ശരിയായില്ലെന്ന് തോന്നിയതും അടുത്ത പേജ് എടുത്ത് വീണ്ടും ഫസീല എഴുതി തുടങ്ങി. അങ്ങനെ അനവധി തവണയാണ് ഫസീല ആ നോട്ട്ബുക്കിൽ ആത്മഹത്യക്കുറിപ്പ് എഴുതുന്നത്. ആ ആത്മഹത്യക്കുറിപ്പ് ഫസീല എഴുതുന്നത് നോക്കിയിരിക്കുന്ന ബഷീർ അതിലെ ആ വാചകങ്ങളുടെ ഘടന പഠിച്ചതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് നബീസ എഴുതുകയാണെന്ന ശൈലിയിൽ ഒരു ആത്മഹത്യ കുറിപ്പങ്ങ് എഴുതി. അതിനുശേഷം ആ കുറിപ്പ് നബീസ എപ്പോഴും കയ്യിൽ കരുതുന്ന ആ സഞ്ചിക്കകത്തേക്ക് വെച്ചു. അതോടൊപ്പം ആ മൊബൈൽ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് അതൊന്ന് വെച്ചു. ഇനിയാണ് സർവപ്രധാനമായ കാര്യം. നബീസയെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ പറ്റില്ലല്ലോ. സാധാരണഗതിയിൽ നബീസ ആത്മഹത്യ ചെയ്തത് ആരെങ്കിലുമൊക്കെ അറിയണ്ടേ? എവിടെ കൊണ്ടുപോയി നബീസയെ ഇട്ടാൽ ആത്മഹത്യ എന്ന ശൈലിയിൽ അത് ആളുകൾ കാണും. ഭാര്യയും ഭർത്താവും കൂടി കുറെ ആലോചിച്ചതിന് ശേഷം ഒരു ചാക്ക സംഘടിപ്പിച്ച അവർ ചാക്കിനകത്തേക്ക് നബീസയെ അങ്കേറ്റി. അതിനുശേഷം 23 രാത്രിയാണ് രണ്ടുപേരും കൂടി നബീസയും കൊണ്ട് അവിടുന്ന് യാത്ര തിരിക്കുന്നത്. അങ്ങനെ യാത്ര തിരിച്ചു വരുമ്പോഴാണ് ആളൊഴിഞ്ഞ ആ റോഡിന്റെ ഭാഗം അവിടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ തോന്നിയതും വാഹനം നിർത്തി അവർ ചാക്കുമായി പുറത്തിറങ്ങി ആ നബീസ കിടന്നതായി നമ്മൾ കണ്ട ഭാഗത്തെത്തി നബീസയെ അവിടെ ആ ചാക്കിന്ന് പുറത്ത് ഇറക്കി കിടത്തുന്നത്. അങ്ങനെ തൊട്ടടുത്തായി നബീസയുടെ സജ്ജി വെച്ചു. ചാക്ക് വലിച്ചെടുത്ത ബഷീർ ആ ചാക്ക് ചുരുട്ടിക്കൂട്ടി മുകളിലെ പുരയിടത്തിലേക്ക് വലിച്ചൂരേറി. അവിടെയൊന്നും ആരും ശ്രദ്ധിക്കില്ല എന്ന് ബഷീറിന് നന്നായിട്ട് അറിയാം. അത്രയും ചെയ്തതിനു ശേഷം അവന്റെ വാഹനത്തിലേക്ക് വന്നു കയറി അവനും അവളുമായി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ കേസിന്റെ വിചാരണ നടന്നത് മണ്ണാർക്കാട് കോടതിയിലാണ്. 2025 ജനുവരി 18 ഈ കേസിന്റെ വിധി വരുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും ജീവപര്യന്തം തടവാണ് കോടതി വിധിച്ചത്. ശിക്ഷാ കാലാവധിക്ക് പുറമെ 2 ലക്ഷം രൂപയുടെ പിഴ കൂടി അവരുടെ മുകളിൽ കോടതി ചാർത്തുകയുണ്ടായി. ഈ കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രതികൾ കോടതിയിൽ പല ദിവസവും ഹാജരാകും. അവരെ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് അവരോട് മാധ്യമങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ തലകുനിച്ചിരിക്കുന്ന ബഷീറിനെ നമ്മൾ പലതവണ കണ്ടതാണ്. പക്ഷെ അതേസമയത്ത് വളരെ ബോൾഡായിട്ട് മാധ്യമങ്ങളോട് മറുപടി പറയുന്ന ഒരാളെയാണ് ഫസീലയിൽ നമ്മൾ കണ്ടത്. ബഷീറിന് വല്ലാത്തൊരു കുറ്റബോധം ഈ വിധി പറയുമ്പോഴും
വിധി കേൾക്കുമ്പോഴും പോലും ഉണ്ടായിരുന്നു. അപ്പോഴും നിസ്സംഖ്യയായി ഇതൊക്കെ എന്ത് എന്നൊരു ഭാവത്തോട് നിന്ന ഫസീല ശരിക്കും നമ്മുടെ പുതിയ സമൂഹത്തിന്റെ ഒരു സൃഷ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ബന്ധങ്ങളോട് ഒരു തരത്തിലുമുള്ള അടുപ്പവും സൂക്ഷിക്കാത്ത, സ്വന്തം താല്പര്യങ്ങളിൽ മാത്രം അഭിരമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടായി വരികയാണ്. അത്തരത്തിൽ ഉണ്ടായി വരുന്ന ആളുകളുടെ ഒരു പ്രതിനിധിയാണ് ഈ ഫസീല എന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്വന്തം കാര്യത്തിന് വേണ്ടി ഏത് അളവ് വരെയും പോകും. ഒരാളെ കൊല്ലണമെങ്കിൽ കൊല്ലും, വീട് തീയിടണമെങ്കിൽ അതും ചെയ്യും, എന്തും ചെയ്യും. അങ്ങനെ മൈൻഡ് സെറ്റുള്ള ആളുകളുടെ എണ്ണം ഈ കേരളത്തിൽ ഒരുപാട് കൂടുകയാണ്. അത് രോഗലക്ഷണമാണോ രോഗമാണോ എന്നത് നമ്മൾ വ്യക്തമായും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.